ഈ തിയറത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻറ്റർ ഓഫ് എ ഗ്രൂപ്പ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. സെൻറ്ററും സബ് ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് പ്രൂഫിലോട്ട് പോവാം. സെൻറ്റർ ഓഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ്സ് ഓഫ് ജി സച്ച് ദാറ്റ് എ എക്സ് ഈക്വൽ ടു എക്സ് എ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ജി. നമുക്കൊരു എലമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആ എലമെൻറ്റ് ബാക്കിയുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ട് ചെയ്യണം. സെൻറ്റർ ഓഫ് ജി സിൻസ് നമുക്ക് പ്രൂഫിലോട്ട് പോവാം. സിൻസ് ഇ ഇൻറ്റു എക്സ്, കാരണം ഐഡൻറ്റിറ്റി എലമെൻറ്റിന് ഏത് എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും യു ഗെറ്റ് ദാറ്റ് എലമെൻറ്റ് അല്ല. ഇ ഇൻറ്റു എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ ഫോർ എവറി എക്സ്, ദിസ് ഇസ് ട്രൂ. അതുകൊണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഷ്യൂർലി ബിലോങ്സ് ടു സെൻറ്റർ ഓഫ് ജി. സോ സെൻറ്റർ ഓഫ് ജി ഇസ് നോട്ട് ആൻ എം ടി സെറ്റ്. സെൻറ്റർ ഓഫ് ജി എന്ന് പറയുന്നത് എം ടി സെറ്റ് അല്ല. ഇനി എയും ബിയും സെൻറ്റർ ഓഫ് ജിയിലുണ്ടെന്ന് എടുക്കുന്നു. ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു സെൻറ്റർ ഓഫ് ജി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സെൻറ്റർ ഓഫ് ജി സബ് ഗ്രൂപ്പാണ്. നമുക്ക് 2 സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് പ്രകാരം എയും ബിയും സെൻറ്റർ ഓഫ് ജിയിലുണ്ടെങ്കിൽ എ ഇൻറ്റു ബി ഉണ്ടെന്ന് പറയാം. അതുപോലെ വെനെവർ എ ബിലോങ്സ് ടു എച്ച്, എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരിക്കൽ കൂടി സെൻറ്റർ ഓഫ് ജീൻ്റെ ഡെഫിനേഷൻ നോക്കിയുള്ളൂ. സെൻറ്റർ ഓഫ് ജി പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? എലമെൻറ്റ്സ് ഇൻ ജി, ജിയിലെ എലമെൻറ്റ്സ് വിച്ച് കമ്മ്യൂട്ട് വിത്ത് ഓൾ ദി അതർ എലമെൻറ്റ്സ് ഓഫ് ജി. എല്ലാ ഒരു എക്സിനത് ട്രൂ ആയാൽ പോരാ, എല്ലാ എക്സുകൾക്കും ട്രൂ ആയിരിക്കണം. എവറി എലമെൻറ്റ് ഇൻ ജി, എല്ലാ എലമെൻറ്റുകളുമായി കമ്മ്യൂട്ട് ചെയ്യുന്ന ജിയിലെ എലമെൻറ്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ജി എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു സെൻറ്റർ ഓഫ് ജി. അങ്ങനെയാണെങ്കിൽ ബൈ ദ ഡെഫിനിഷൻ വി ക്യാൻ സേ ദാറ്റ് എ എക്സ് ഈക്വൽ ടു എക്സ് എ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ജി ആൻഡ് ബി എക്സ് ഈക്വൽ ടു എക്സ് ബി ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ജി. ദാറ്റ് ഈസ് എ ആൻഡ് ബി കമ്മ്യൂട്ട് വിത്ത് every elements in G. Now എ ബിയും സെൻറ്റർ ഓഫ് ജിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അതിനായിട്ട് എ ബി ഇൻറ്റു എക്സ് വിച്ച് ക്യാൻ ബി ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റി ഫോളോ ചെയ്യും. അതുകൊണ്ട് വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻറ്റു ബി എക്സ് ദിസ് ഈക്വൽ ടു, നമ്മൾ പറഞ്ഞു ബി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻ ബി. സോ എ ഇൻറ്റു എക്സ് ബി എഗെയിൻ ഗ്രൂപ്പാണ്. നമുക്ക് അസോസിയേറ്റിവിറ്റി ഫോളോ ചെയ്യും. That can be written as ax into b. Again a എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ജിയിൽ എലമെൻ്റ് ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു എക്സ് എ കൊടുക്കാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ എക്സിനെ മാറ്റി എക്സ് എ കൊടുത്തു. എക്സ് എ ഇൻറ്റു ബി എഗെയിൻ അബീലിയനാണ്. എക്സ് ഇൻറ്റു ബി എ നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ എക്സ് ഇൻറ്റു എ ബിയും തന്നെയാണ് കേട്ടോ. എ ബിയും തന്നെയാണ്, എക്സ് ഇൻറ്റു ബി എ അല്ല. എക്സ് ഇൻറ്റു AB. So AB into X is X into AB. So AB belongs to center of G for every X belongs to G. അപ്പോൾ എയും ബിയും സെൻറ്റർ ഓഫ് ജിയിലുണ്ടെങ്കിൽ എ ഇൻറ്റു ബിയും സെൻറ്റർ ഓഫ് ജിയിലുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എ സെൻറ്റർ ഓഫ് ജിയിലുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് സെൻറ്റർ ഓഫ് ജിയിലുണ്ട്. ഇൻവേഴ്സ് സെൻറ്റർ ഓഫ് ജിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് വി ഹാവ് ടു ഷോ ദാറ്റ് എ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ജി. അപ്പോൾ എ സെൻറ്റർ ഓഫ് ജിയിലുണ്ട്. സോ എ എക്സ് ഈക്വൽ ടു എക്സ് എ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ജി മൾട്ടിപ്ലൈയിങ് എ ഇൻവേഴ്സ് both to the right and left side of the equation. രണ്ട് LHSലും RHSൻ്റെയും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു എക്സ്, എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എ ഇൻറ്റു എ ഇൻവേഴ്സ്, രണ്ട് സൈഡും എ ഇൻവേഴ്സ് കൊണ്ട് ലെഫ്റ്റും റൈറ്റും മൾട്ടിപ്ലൈ ചെയ്യാം. വീണ്ടും അസോസിയേറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു എക്സ് എ ഇൻവേഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ജി. എ ഇൻറ്റു എ ഇൻവേഴ്സ്, ദാറ്റ് എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇസ് നത്തിങ് ബട്ട് ഐഡൻറ്റിറ്റി ആൻഡ് എ ഇൻവേഴ്സ് ഇൻറ്റു എ നത്തിങ് ബട്ട് ഐഡൻറ്റിറ്റി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് യു ഗെറ്റ് ഇ ഇൻറ്റു എക്സ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഇ. എനിത്തിങ് ഇൻറ്റു ഐഡൻറ്റിറ്റി ഗെറ്റ് ദാറ്റ് എലമെൻറ്റ്. സോ XA inverse, E into XA inverse is XA inverse. So A inverse into E, A inverse X into E equal to A inverse X. So XA inverse equal to A inverse X for every X belongs to G. So we can by subgroup test, two step subgroup test, we can say that center of G is also a subgroup of G.